നൗഷാദ് ഖാ, ഒരു ഇത്രയും ഇയേഴ്സിൽ ഒരു ആംബുലൻസ് ഡ്രൈവറായിട്ട് നൗഷാദ് ഖാ വർക്ക് ചെയ്യുന്നു. അതേപോലെ ഒരുപാട് സന്നദ്ധ സംഘടനകളും പിന്നെ അതേപോലെ നൗഷാദ് ഖാനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ആളുകൾക്ക് വേണ്ടി ചെയ്യുന്നു. ഇപ്പോഴത്തെ ഒരു ജനറേഷനോട് നൗഷാദ് ഖാക്ക് ഈ ഒരു മേഖലയിലോ അല്ലെങ്കിൽ ആംബുലൻസ് മേഖലയിലോ പറയാനുള്ളൊരു കാര്യങ്ങൾ എന്തായിരിക്കും? ഇപ്പോഴത്തെ ജനറേഷനിലുള്ള കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊക്കെ ഒന്ന് കാഷ്വാലിറ്റി സന്ദർശിക്കുക എന്നുള്ളത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ കാഷ്വാലിറ്റിയിൽ ഒന്നും വേണ്ട, നിങ്ങൾ അകത്തേക്ക് കയറിയില്ലെങ്കിൽ ഒരു 5-6 മണിക്കൂർ കാഷ്വാലിറ്റിൻ്റെ പുറത്തൊന്ന് നിൽക്കുക എന്നുള്ളതാണ്. കാരണം ഇപ്പോഴത്തെ ജനറേഷനിലെ കുട്ടികളെ വാഹനം ഓടിക്കുന്ന സ്പീഡ്, ആക്സിഡൻറ്റ് പറ്റുന്നത് നല്ലൊരു വിഭാഗം ചെറുപ്പക്കാരനാണ്. അപ്പോൾ അവർ സ്പീഡ് കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കാൻ ഇടയ്ക്കിടയ്ക്കുള്ള ഈ ഒരു സന്ദർശനം നന്നാവും. വീണ് കിടന്നിട്ട് പിന്നെ കരഞ്ഞിട്ടോ. ഇന്ന് ഞാൻ പെരുമണ്ണയ്ക്ക് ഇപ്പോൾ ഒരു കേസ് ഇറക്കി എന്ന് പറഞ്ഞത്, അദ്ദേഹം ജോലിൻ്റെ സമയത്ത് ഹൈറ്റിൽ നിന്ന് വീണ് ഞെട്ടല്, 22 വയസ്സുള്ള ഒരു മോനാണ്. പിന്നെ നമ്മുടെ നാട്ടുകാരനല്ല, അന്യസംസ്ഥാനക്കാരനാണ്. ആളെ അവരെ കോട്ടേഴ്സിൽ ഇറക്കിയിട്ടാണ് ഇപ്പോൾ ഞാൻ വരുന്നത്. അവൻ്റെ ലൈഫ് പോയില്ലേ. അത് പിന്നെ അവൻ ജോലിക്കാണെന്ന് വിചാരിക്കുക. ഇതല്ലാതെ നമ്മളൊരു പിന്നെ ബൈക്കൊക്കെ ഓവർ സ്പീഡിൽ ഇപ്പോൾ ഒരു ആക്സിഡൻറ്റ് വന്നു കഴിഞ്ഞ് മൂലയിൽ കിടന്നു കഴിഞ്ഞാൽ എന്തിനാ നമ്മളെ പറ്റുക? നമ്മൾ ഫുൾ ബോധവാനാണ്, ഒന്നും ചെയ്യാനും പറ്റില്ല. സ്വന്തമായിട്ട് ഒരു ഭക്ഷണം എടുത്ത് കഴിക്കാനുള്ള ഒരു അവസ്ഥ പോലും നമ്മളില്ലാതെ ഒരു ജീവശവമായിട്ട് കിടക്കുന്ന ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ വരുത്തുന്നതാവരുത്. അബദ്ധത്തിൽ വരുന്നത് അല്ലല്ല, അത് വരുത്തി വെക്കാതെക്കാൻ ഇടയ്ക്കിടയ്ക്കുള്ള ഈ ഒരു ഹോസ്പിറ്റൽ സന്ദർശനങ്ങളൊക്കെ നന്നാവും എന്നുള്ളതാണ് എനിക്ക് അവർക്ക് കൊടുക്കാനുള്ള ഒരു നിർദ്ദേശം. രണ്ടാമത്തെ, നമുക്ക് കിട്ടുന്നൊരു വിഹിതം നമ്മളെപ്പോലെ എത്തിപ്പെടാത്ത ഇത്തരം മക്കൾക്ക് ഏതെങ്കിലും സംഘടന, എന്തെങ്കിലും സംവിധാനത്തിലൂടെ അവരിലേക്ക് എത്തിക്കാൻ, ഒരു വിഹിതം എത്തിക്കാൻ കാണിച്ചാൽ ധനം ആപത്തിനെ തടയുന്നൊരു ഖുർആൻ വചനമുണ്ട്. ആ ഒരു വചനത്തിനെ ആസ്പദമാക്കിയിട്ട് നമ്മളെന്ത് ചെയ്യുക, നമ്മൾ കിട്ടുന്നൊരു ഓഹരി ഇതുപോലുള്ള ഏതെങ്കിലും സംവിധാനത്തിലേക്കാവട്ടെ അത് ചെലവഴിക്കാനുള്ളൊരു ശ്രമവും നിങ്ങൾ നടത്തുക എന്നുള്ളത് തന്നെയാണ് എനിക്ക് അവർക്ക് കൊടുക്കാനുള്ളൊരു നിർദ്ദേശം.